والحمد لله والصلاة والسلام على رسول الله محمد بن عبد الله عليه أفضل الصلاة وأزكى التسليم أما بعد. സഹോദരന്മാരെ, ബിദ്അത്തുകൾ എങ്ങനെയാണ് ബിദ്അത്തുകളായി ചില കാര്യങ്ങളെ പരിഗണിക്കേണ്ടത് എന്നത് ഞാൻ സൂചിപ്പിച്ചു വരികയായിരുന്നു. ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം ദഅവത്ത് രംഗത്ത് കണ്ടുവരുന്ന ചില പ്രവണതകളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിച്ചു വരുന്നത്. ദഅവത്ത്, ഏത് വിഷയമാണ് ദഅവത്ത് ചെയ്യേണ്ടത്? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ അറിയിച്ചു തന്നിട്ടുള്ളതാണ്. എല്ലാ അമ്പിയാക്കന്മാരും ദഅവത്ത് നടത്തിയിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വത്തിലേക്കാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. മുഹമ്മദ് നബിയെ, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരൊറ്റ നബിക്കും നാം വഹി നൽകാതിരുന്നിട്ടില്ല. അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, അല്ലാഹു അല്ലാതെ ഒരാരാധ്യനും നിങ്ങൾക്ക് ഇല്ലേ ഇല്ല, അതിനാൽ നിങ്ങൾ എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുവീൻ എന്ന് അല്ലാഹു പറഞ്ഞ് വഹി നൽകിയിട്ടല്ലാതെ. ഇത് എല്ലാവർക്കും കൊടുത്ത വഹിയാണ്. ഈ വഹിയാണ് വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സമൂഹത്തിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചപ്പോൾ അവർക്ക് കൊടുത്തത് ഈ കാര്യമാണ്: അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹു അല്ലാത്ത മറ്റ് ദൈവങ്ങളെ, കള്ള ദൈവങ്ങളെ, വ്യാജ ദൈവങ്ങളെ, താഗൂത്തുകളെ നിങ്ങൾ വെടിയുക. ഇത് പറഞ്ഞിട്ടാണ് അവർ വന്നത്. ഇതുകൊണ്ടാണ് അവർ തുടങ്ങിയത്. ഇതാണ് അവരുടെ പ്രബോധനത്തിന്റെ ഏറ്റവും മികച്ചു നിൽക്കുന്ന അംശം. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. മക്കയിൽ മറ്റാരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാനില്ലാത്ത നാളുകളിൽ ഏകനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ തന്റെ കുടുംബക്കാർക്ക് താക്കീത് നൽകണം എന്നുള്ള കൽപ്പന വന്നപ്പോൾ കുടുംബത്തിൽപ്പെട്ട ഓരോ വ്യക്തികളെയും പ്രത്യേകം പേരെടുത്ത് വിളിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ദഅവത്ത് നടത്തി. അതിന്റെ പേരിൽ സമൂഹം ഭ്രഷ്ട് കൽപ്പിക്കുകയും അങ്ങനെ ഷഅബു അബീ ത്വാലിബ്, അബൂ ത്വാലിബിന്റെ ഒരു ഉടമസ്ഥതയിലുള്ള മലഞ്ചെരുവിൽ അവര് പ്രയാസപ്പെട്ട് കഴിച്ചുകൂട്ടിയിരുന്ന കാലഘട്ടത്തിൽ ഇലകൾ തിന്നുകൊണ്ട് പോലും കഴിച്ചുകൂട്ടിയ കാലത്ത് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഖബ ഉടമ്പടി രേഖപ്പെടുത്തുന്ന സമയത്ത് പോലും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരുന്നു. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചതുകൊണ്ട് 2 തവണ ഹബ്ശീനിയയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നു. അതിനുശേഷം പിന്നീട് മദീനയിലേക്ക് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയത്തിനു വേണ്ടി തിരിച്ചു വരുമ്പോൾ മക്കയിലും അതുപോലെ തന്നെ അതിനു മുമ്പായി ഹുദൈബിയയിൽ വെച്ച് സന്ധിയുണ്ടാക്കിയപ്പോഴും ജനങ്ങളെ മുഴുവനും ക്ഷണിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കായിരുന്നു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയും തനിക്ക് വിജയിച്ചു കിട്ടിയപ്പോൾ അറേബ്യയുടെ മുക്കുമൂലകളിൽ എവിടെയെങ്കിലും അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന താഗൂത്തുകളുണ്ടോ എന്ന് പരിശോധിക്കുകയും ഉണ്ടെങ്കിൽ അത് മുഴുവനും തകർക്കുന്നതിന് വേണ്ടി കർശനമായ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇന്നി ലാ ബഅസുക അലാ മാ ബഅസനി അലൈഹി റസൂലുള്ളാഹ് അല്ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്തഹു വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈത. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയത്തിന്റെ സുദിനത്തിൽ നൽകിയ കൽപ്പന പിന്നീട് അദ്ദേഹം പിൽക്കാലത്ത് മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ്. എന്നെ മക്ക വിജയത്തിന്റെ സുദിനത്തിൽ തിരുമേനി ഏൽപ്പിച്ച കാര്യത്തിന് നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. അല്ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്തഹു വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. പൊങ്ങി നിൽക്കുന്ന ഖബറുകൾ തട്ടിനിരപ്പാക്കണമെന്നും അതുപോലെ തന്നെ ആരാധനയ്ക്ക് വേണ്ടി നാട്ടപ്പെട്ടിരിക്കുന്ന എല്ലാ വിഗ്രഹങ്ങളും തച്ചുതക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ മദീനയിൽ ഏതാണ്ട് വിജയത്തോടുകൂടി ആ അറേബ്യയുടെ മണ്ണിൽ അല്ലാഹു അല്ലാതെ മറ്റാരും ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളില്ല എന്നുറപ്പായപ്പോഴാണ് യമനിന്റെ ഭാഗത്ത്
ഒരു ദിൽഖലസ എന്ന് പറയുന്ന വിഗ്രഹത്തെ ആരാധിക്കുന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടുന്നത്. അപ്പോഴാണ് തിരുമേനി പറയുന്നത് മൻയുരിഹലി മിൻ ദിൽഖലസ, ദിൽഖലസ ആരാധിക്കപ്പെടുന്നു എന്നുള്ള അറിവ് എന്നെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു. ആരാണ് ദിൽഖലസയിൽ നിന്ന് എനിക്ക് റാഹത്ത് നൽകാനുള്ളത്? അങ്ങനെ ഏറ്റവും നല്ല അശ്വഭടന്മാർ അവരതിനുവേണ്ടി തയ്യാറാവുകയും ആ സമയത്ത് കൂട്ടത്തിൽ അതിന് നേതൃത്വം നൽകുന്ന ആൾക്ക് കുതിരയുടെ പുറത്ത് ഇരിക്കുമ്പോൾ വീണു പോകുന്ന ഒരു പ്രശ്നമുള്ളത് കൊണ്ട് അദ്ദേഹത്തിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയും അങ്ങനെ അവരെ പറഞ്ഞയക്കുകയും ചെയ്തു. അവരത് നശിപ്പിച്ചുകൊണ്ടാണ് വന്നത്. അതിനെ നശിപ്പിച്ചു വന്നപ്പോൾ അവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് 5 തവണയാണ്. തിരുമേനിയുടെ പ്രാർത്ഥനകൾ, ഇങ്ങനെയുള്ള അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഏറ്റവും കൂടുതൽ കാണുന്നത് 3 തവണയാണെങ്കിൽ ഈ മഹത്തായ കൃത്യം ചെയ്തു വന്നവർക്ക് അനുകൂലമായിട്ട് അവരുടെ ബർക്കത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 തവണ പ്രാർത്ഥിച്ചതാണ് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അവസാനം ഈ ദുനിയാവിനോട് വിട പറയാനൊരുങ്ങുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകമായ താക്കീത്, ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂത ക്രൈസ്തവ വിഭാഗങ്ങളെ ശപിച്ചിരിക്കുന്നു. കാരണം അവരവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ മസാജിദുകളാക്കി തീർത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന രീതികൾ അവർ സ്വീകരിച്ചു വരുന്നത് കൊണ്ട് അവരെ ശപിച്ചുവെന്നും യുഹദ്ദിറു മാ സനഉ, അവർ ചെയ്തിട്ടുള്ള പ്രവർത്തനത്തെ ശക്തമായി ഇരമ്പി വിലക്കുകയും താക്കീത് നൽകുകയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. എന്നല്ല തിരുമേനിയുടെ പ്രാർത്ഥന പോലും അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബർ ഒരിക്കലും തന്നെ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കി മാറ്റരുത്, സ്ഥിരമായി ഒരു ഉത്സവം നടത്തുന്ന ഒരു ഉത്സവ സ്ഥലമാക്കി മാറ്റരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ പ്രാർത്ഥന പോലും ഉണ്ടായിരുന്നത്. ഇങ്ങനെ പ്രബോധന ജീവിതത്തിന്റെ ആദ്യമധ്യാന്ത ഘട്ടങ്ങൾ നിരന്തരം പ്രബോധനം ചെയ്തത്, അതിൽ സുഖമെന്നോ ദുഃഖമെന്നോ ക്ഷേമമെന്നോ ക്ഷാമമെന്നോ വ്യത്യാസമില്ലാതെ നിരന്തരം പ്രബോധനം ചെയ്തത് ഇക്കാര്യമായിരുന്നു. ഇത് നമ്മൾ അറിയണം. വബഖിയത്തു ശറാഇഉൽ ഇസ്ലാം, പിന്നീട് ഇസ്ലാമിന്റെ അഖീദ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇസ്ലാമിന്റെ മറ്റ് ശരീഅത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. ഓരോ കാര്യവും വിശദീകരിച്ചു കൊടുത്തു. അതിൽ സ്വർഗത്തിലേക്ക് അടുക്കുന്ന ഏതൊരു കാര്യമുണ്ടോ, നരകത്തിൽ നിന്ന് അകറ്റുന്ന ഏതൊരു കാര്യമുണ്ടോ, ഇല്ലാ വഖദ് ബുയ്യിന ലക്കും, അത് നിങ്ങൾക്ക് പറയപ്പെടാതെ നിങ്ങളോട് വിശദീകരിക്കാതെ പോകുന്നില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യങ്ങൾ, ഇതിന് കൃത്യമായ ഒരു രീതിശാസ്ത്രം ഉള്ളടക്കത്തെ പോലെ തന്നെ എങ്ങനെ ദഅവത്ത് നടത്തണം, അതിന്റെ രീതിശാസ്ത്രം, അതിന്റെ മൻഹജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു മക്ക വിജയത്തിന്റെ ശേഷമാണ് എന്നും അല്ല അതിന് തൊട്ടു മുമ്പാണ് എന്നും 2 അഭിപ്രായങ്ങളുണ്ട്. ഏതായിരുന്നാലും നിന്നെ ഞാൻ പറഞ്ഞയക്കാൻ പോകുന്നത് യമനിലേക്കാണ്. ആ യമനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അഹ്ലു കിതാബാണ്. ഇന്നക സയതി ഖൗമുൻ മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലു കിതാബിന്റെ അടുക്കലേക്കാണ് നീ പോകുന്നത്. അതുകൊണ്ട് അവരോട് നീ എങ്ങനെയാണ് പ്രബോധനം ചെയ്യേണ്ടത്, എല്ലാ വേദാവകാശികളുടെ ഗ്രന്ഥങ്ങൾ മുഴുവനും നീ കറക്റ്റ് ചെയ്യണം. എന്നിട്ട് സംഖ്യാപുസ്തകം മുതൽ ആവർത്തനം വരെയുള്ള എല്ലാ കാര്യങ്ങളും നീ പഠിക്കണം. എന്നിട്ട് അത് താരതമ്യം ചെയ്യണം എന്നല്ല പറഞ്ഞത്. ഫൽയകുൻ അവ്വലു മാ തദ്ഉഹും ഇലൈഹി ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്. ആദ്യം ഈ കാര്യം തന്നെ പറയണം. അതവർ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പറയണം അന്നല്ലാഹ ഖദ് ഇഫ്തറള അലൈഹിം 5 സ്വലവാത്ത്, 5 നേരത്തെ നമസ്കാരം അല്ലാഹു രാത്രിയിലും പകലിലുമായിട്ട് ഒരു 24 മണിക്കൂറിനുള്ളിൽ 5 നേരത്തെ നമസ്കാരം അല്ലാഹു നിയമമാക്കിയിട്ടുണ്ട്. അതവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ, അനുസരിച്ചു കഴിഞ്ഞാൽ അവരെ നീ അറിയിക്കണം അന്നല്ലാഹ ഖദ് ഇഫ്തറള അലൈഹിം സകാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് അവരിൽപ്പെട്ട സമ്പന്നരിൽ നിന്ന് വാങ്ങുകയും അവരിൽപ്പെട്ട പാവങ്ങൾക്ക് അത് വിതരണം ചെയ്യുകയും വേണം. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ രീതിശാസ്ത്രം പഠിപ്പിച്ചു കൊടുത്തത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖൈബർ യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. ഖൈബർ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ നാളെ പുലരുമ്പോൾ യുദ്ധം നടക്കാൻ പോവുകയാണ്. രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പുലരുമ്പോൾ ഉഅ്തിയന്ന റായത ഗദൻ റജുലൻ യുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു വയുഹിബ്ബുല്ലാഹ വറസൂലുഹു ഹത്താ യഫ്തഹല്ലാഹു അലാ യദൈഹി ഖൈബറ. നാളെ പുലർന്നാൽ ഞാൻ ഈ കൊടി ഒരാളുടെ കയ്യിൽ കൊടുക്കും. ആ കൊടി കിട്ടുന്ന ആള് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുന്നവനാണ്,
അള്ളാഹുന്റെ റസൂലിനെ സ്നേഹിക്കുന്നവനാണ്. അള്ളാഹുവും അവന്റെ റസൂലും അയാളെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. അയാൾ മുഖേന അയാളുടെ കൈക്ക് അള്ളാഹു ഖൈബറിനെ വിജയിപ്പിച്ചു തരും. സഹാബികളൊക്കെ രാത്രി പ്രാർത്ഥിച്ചു, എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ. നേതൃത്വത്തിന് ആഗ്രഹിച്ചിട്ടല്ല. യുഹിബ്ബുഹുല്ലാഹ് വറസൂലുഹു, അള്ളാഹുവിന്റെ റസൂലിന്റെ മഹബത്തിന് വേണ്ടി. അങ്ങനെ നേരം പുലർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരക്കി, അലി ഇബ്നു അബീ ത്വാലിബിനെ കാണാനില്ല. എവിടെ? അദ്ദേഹത്തിന് കണ്ണിന് അസുഖം വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വിളിപ്പിച്ചു. എന്നിട്ട് കണ്ണിൽ അല്പം ഉമിനീര് ചേർത്തു. തീരെ വേദനയില്ലാത്തതുപോലെ അത് ശമനമാക്കപ്പെട്ടു. ഹാദാ മൻഖബ് മിൻ മനാഖിബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലമുൻ മിൻ അലാമിൻ നുബുവ്വ യാ ഇഖ്വാൻ. അതിനുശേഷം അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടി കൊടുത്തു. ഉൻഫുദ് അലാ റിസ്ലിക്, നീ സാവകാശം അങ്ങോട്ട് അവരിലേക്ക് കടന്നു ചെല്ലുക, എന്നിട്ട് അവരോട് നീ യുദ്ധം നടത്തുക. അലാ ഖാതിലുന്ന, എന്ത് പറഞ്ഞിട്ട് അവരോട് ഞാൻ യുദ്ധം നടത്തേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം നടത്താൻ പറഞ്ഞത് അഅലിംഹും, അവരെ നീ അറിയിക്കേണ്ടത് ഹഖ്ഖുല്ലാഹി അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് അവർ ചെയ്തു തീർക്കേണ്ട കടമ അറിയിക്കണം. അതവർ ചെയ്തു തീർക്കാൻ റെഡി ഉണ്ടോ? ഏതാണ് ആ കടമ? ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്. ഏതാണ് ആ കടമ? അയ്യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ. അത് അവര് സ്വീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ അവരോട് യുദ്ധം നടത്തുക. അത് സ്വീകരിക്കാൻ അവർ തയ്യാറില്ല. അവരോട് യുദ്ധം നടത്തി. ഫതഹല്ലാഹു ഖൈബർ അലാ യദിഹി, അദ്ദേഹത്തിന്റെ കൈക്ക് അല്ലാഹു ഖൈബർ വിജയിപ്പിച്ചു കൊടുത്തു. ഇവിടെ നമ്മൾ ഈ രംഗങ്ങളിലൊക്കെ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചു പോന്നിരുന്ന രീതിശാസ്ത്രമാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാമുന അൽ ബുഖാരി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസ് തഅലീഫുൽ ഖുർആൻ എന്ന് പറയുന്ന അധ്യായത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരുന്നു 13 കൊല്ലകാലം. അന്ന് ജനങ്ങളെ ക്ഷണിച്ചത് ഇസ്ലാമിന്റെ അഖീദയിലേക്കാണ്, വിശ്വാസകാര്യങ്ങളിലേക്കാണ്. ജനങ്ങളെ സ്വർഗവും നരകവും പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് കാര്യങ്ങളിലേക്ക് ക്ഷണിച്ചത്. അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്കാണ് ക്ഷണിച്ചത്. മരണാനന്തര ജീവിതം മനുഷ്യർക്കുണ്ടായിരിക്കുമെന്നും അവിടെ വിചാരണയുണ്ടായിരിക്കുമെന്നും ശിക്ഷാരക്ഷകൾ വിധിച്ചു നടപ്പിലാക്കുമെന്നും സ്വർഗനരകങ്ങളെ സംബന്ധിച്ചുമാണ് പറഞ്ഞുകൊടുത്തത്. അന്നിറങ്ങിയിരുന്ന ആയത്തുകൾ മനുഷ്യന്റെ മനസ്സിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആയത്തുകളാണ്. സൂറത്തുൽ ഖമറിലെ ആയത്തുകൾ പോലെയുള്ള ബനിസ്സാഅതു മൗഇദുഹും വസ്സാഅതു അദ്ഹാ വഅമർ, ഇതുപോലുള്ള ആയത്തുകളാണ് അന്നിറങ്ങിയത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആദ്യമേ പറഞ്ഞിരുന്നത് ലാ തസ്നു എന്നാണ് പറഞ്ഞു തുടങ്ങിയത്. എങ്കിൽ ലഖാലു മനദഉ സിന അബദാ, വ്യഭിചരിക്കരുത് കൂട്ടരെ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് എങ്കിൽ അവർ പറയാന്താണ്, ഞങ്ങൾ ഒരിക്കലും വ്യഭിചാരം ഉപേക്ഷിക്കാൻ കഴിയില്ല, അതല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നതാണ്. അതല്ലെങ്കിൽ അവരോട് പറയാണ് നിങ്ങൾ മദ്യം ഉപേക്ഷിക്കണം എന്ന് പറയുകയാണെങ്കിൽ വല്ലാഹി മാ നത്റുകുൽ ഹംറ അബദാ, ഞങ്ങൾക്ക് കള്ളുപേക്ഷിച്ചിട്ടുള്ള ഒരു കച്ചവടം വേണ്ട, ഞങ്ങൾക്ക് കഴിയില്ല എന്ന് അവർ പറയും. മറിച്ച് അവർക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം, അന്ത്യനാളിലുള്ള വിശ്വാസം, ശിക്ഷാരക്ഷയെ സംബന്ധിച്ചുള്ള ബോധ്യം അവർക്ക് വരുത്തി തീർത്തതിന് ശേഷം മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ അഹ്കാമുകൾ പഠിപ്പിച്ചു കൊടുത്തത്. അത് പഠിപ്പിച്ചു കൊടുത്തപ്പോഴോ ഈമാൻ ഉറച്ചതിന് ശേഷം അവർക്ക് ഇസ്ലാമിന്റെ അഹ്കാമുകൾ പഠിപ്പിച്ചു കൊടുത്തു. അവസാനം മദ്യത്തെക്കുറിച്ച് പറയാണ്, ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത ഫിൽ ഖംരി വൽ മൈസിർ, തീർച്ചയായും ചെകുത്താൻ മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ വൈരവും ശത്രുതയും വളർത്താനും വയസുദ്ധക്കും അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളെ തടുക്കാനും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനാൽ ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത് ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് അവസാനം ഇറങ്ങുന്നത്. ഈ ആയത്തിന്റെ ഇറങ്ങിയപ്പോ ഒരു വിളിയാളനെ, ഒരു വിളംബരക്കാരനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏർപ്പാട് ചെയ്തു. മദീനയുടെ തെരുവീതിയിലൂടെ അദ്ദേഹം ആ ആയത്ത് ഉച്ചത്തിൽ ഓതിക്കൊണ്ട് ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്യം വിലക്കിയിരിക്കുന്നു. അവസാനമായി ഫഹൽ അൻതും മുൻതഹൂൻ എന്ന് ചോദിക്കുമ്പോൾ മദ്യം വിളമ്പുന്ന ആളുകളുണ്ട്, മദ്യം വിൽക്കുന്ന ആളുകളുണ്ട്, മദ്യം കഴിച്ച് എമ്പക്കമടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഇൻതഹൈനാ യാ റസൂലല്ലാഹ്, കൊണ്ടുവന്നത് വിറ്റ് തീർക്കുവാനുള്ള ഒരു 30 ദിവസത്തെ സാവകാശം തരൂ എന്ന് തിരിച്ചൊരു നിവേദനവുമായി നബിയുടെ അരികിലേക്ക് ഒരു വ്യക്തി പോലും മദീനയിൽ നിന്ന് തിരിച്ചു വന്നില്ല. ആ നാടുകളിൽ അന്ന് റസൂലുള്ളാഹിന്റെ പ്രഖ്യാപനത്തിന് ശേഷം ഇന്നോളം മദ്യം വിൽക്കുന്നില്ല, മദ്യം വിളമ്പുന്നില്ല. കാരണം എന്തായിരുന്നു? അവരുടെ മനസ്സുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഭയം, അല്ലാഹുവിനുള്ള തികഞ്ഞ പ്രതീക്ഷ,
അവന്റെ ശിക്ഷാരക്ഷകളെ സംബന്ധിച്ചുള്ള ബോധ്യം അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കി കൊടുത്തു എന്നതാണ്. രീതിശാസ്ത്രം നമുക്ക് അവിടെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനിയോ ഈ കാര്യങ്ങളെക്കുറിച്ച്, ഇസ്ലാമിന്റെ അഖീദയെക്കുറിച്ച്, ഇസ്ലാമിന്റെ അഹ്കാമുകളെക്കുറിച്ച്, ഹലാൽ ഹറാമിനെ കുറിച്ച്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ജനങ്ങൾക്ക് നമ്മൾ ഏതു മാർഗം ഉപയോഗിച്ചാണ് വസായിൽ, നമുക്കുപയോഗിക്കാവുന്ന മീൻസ് വസായിൽ എന്തായിരിക്കണം, അത് രീതിശാസ്ത്രം അങ്ങനെയൊക്കെയാണ്. ഇനി നമുക്ക് ഉപയോഗിക്കാവുന്ന മാധ്യമങ്ങൾ, മാർഗങ്ങൾ, മീൻസ്, വസായിലുകൾ എന്തോ ആകാന്നാണോ? ല അബദൻ, ഒരിക്കലും വസായിലുകളുടെ കാര്യത്തിൽ മനുഷ്യന്റെ ബുദ്ധി കേൾപ്പിച്ചു കൊടുത്തിരിക്കുകയല്ല ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. തിരുമേനി എങ്ങനെയാണ് ദഅവത്ത് നടത്തിയത്? ഒന്ന്, ബയാൻ, നാവ് കൊണ്ട് വാചികമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുന്നതാണ് ബയാൻ. വിശുദ്ധ ഖുർആനിന്റെ ഒട്ടുമിക്ക കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരമൊരു ബയാനിലൂടെയാണ് സഹാബത്തിനെ പഠിപ്പിച്ചത്. വഅൻസൽനാ ഇലൈക الذിക്ർ ലിതുബയ്യിന ലിന്നാസ് മാ നസ്സല ഇലൈഹിം. ഈ വഹി അവർക്ക് ബയാൻ ചെയ്തു കൊടുക്കണം. ഇതാണ് ഒന്നാമത്തെ വസീല, ബയാനാണ്. വ്യക്തികളെ കണ്ടാൽ വ്യക്തികളോട്, കുറച്ചധികം ആളുകളെ കിട്ടിയാൽ അവരോട്, സാധാരണ മജ്ലിസിൽ, അതിനുവേണ്ടി മാത്രമായി വിളിച്ചു ചേർത്ത മജ്ലിസിൽ, പള്ളിയിൽ, അങ്ങാടിയിൽ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ബയാൻ ചെയ്തുകൊണ്ടിരുന്നു. സഫയിൽ കയറി നിന്നു, ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഇതാ ഈ മലക്കപ്പുറം നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഒരു സൈന്യം വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ സത്യപ്പെടുത്തുമോ? സത്യപ്പെടുത്താതെ നിന്നെക്കുറിച്ച് കളവ് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. എങ്കിൽ ഫഇന്നി നദീറുൽ ലക്കും മിൻ ബൈനി യദൈ അദാബിൻ ശദീദ്, കടുത്തൊരു ശിക്ഷയെക്കുറിച്ച് താക്കീത് പറയാനാണ് ഞാൻ ഇവിടെ കയറിയത്, നിങ്ങളെ വിളിച്ചു വരുത്തിയത്, ബയാൻ ചെയ്തു. തന്റെ കുടുംബങ്ങളെ വിളിച്ചു. വയാ അമ്മ വയാ സഫിയ്യത്തു അമ്മത്തി റസൂലില്ലാഹ് വയാ അബ്ബാസ്, ഓരോരുത്തരെയും വിളിച്ചു. വയാ ഫാത്തിമ, മകളെ വിളിച്ചു. എല്ലാവരോടും പറഞ്ഞു, അൻഖിദി നഫ്സകി മിനന്നാർ, അൻഖിദു അൻഫുസകും മിനന്നാർ. അമ്മ സുമ്മ ഖസ്സസ്, ആമായി പറഞ്ഞു, ഖാസായി പറഞ്ഞു, ബയാൻ ചെയ്തു. മദീനയിൽ അങ്ങാടിയിൽ ഇറങ്ങി, എല്ലാവരും കച്ചവടത്തിന് മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, യാ മഅ്ശറ തുജാർ, കച്ചവടക്കാരുടെ സമൂഹമേ. അതിനു മുമ്പ് ഞങ്ങളെ വിളിക്കാറുണ്ടായിരുന്നത് ദല്ലാളികളെ എന്നായിരുന്നു. വനഹ്നു നുസമ്മ സമാസിറ, അതുവരെ ഞങ്ങൾക്കുണ്ടായിരുന്ന പേര് സിംസാർ എന്നായിരുന്നു. ആ വിളിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ തുജാറുകളായത്, കച്ചവടക്കാരായത്. അപ്പോ ഫറഫഉ അനാഖഹു അബ്സാറഹു ഇലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം, അവരെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് സാഗൂതം ചെവി കൊടുത്തുകൊണ്ട് അവർ ശ്രദ്ധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇന്ന തുജാറ യുബഅസൂന യൗമൽ ഖിയാമത്തി ഫുജാറ ഇല്ലാ മൻ ഇത്തഖല്ലാഹ വബറ വസദഖ. തുജാറുകൾ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഫുജാറുകളായിട്ടാണ്, തെമ്മാടികളായി. ആരൊഴികെ? ഇല്ലാ മൻ ഇത്തഖല്ലാഹ, അല്ലാഹുവിനെ സൂക്ഷിച്ചവരൊഴികെ, വബർ, ബിർ പ്രവർത്തിച്ചവരൊഴികെ, വസദഖ, സിദ്ഖ് കാണിച്ചവരൊഴികെ. ഇങ്ങനെ ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ, ഘട്ടങ്ങളിൽ ആരൊക്കെ കാണുന്നു അവരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു, ബയാനാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ എന്താന്ന് ചോദിച്ചാൽ നാവ് കൊണ്ട് വിശദീകരിക്കുന്നതിന് പകരം അത് പ്രവൃത്തി കൊണ്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതുണ്ടാവും. വുളു ഉണ്ടാക്കിയത് അങ്ങനെയാ, വുളു ചെയ്തു, നമസ്കരിച്ചത് അങ്ങനെയാണ്. ആദ്യം കൈയ്യെട്ടുക പിന്നെങ്ങനെ എന്നുള്ളതല്ല. അത് നാവ് കൊണ്ട് വിശദീകരിച്ചത് നമസ്കാരം മുസ്ലിം സ്വലാത്തിനോട് അങ്ങനെ നാവ് കൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത്? വുളു ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു, അത് അവരങ്ങനെ ചെയ്തു. നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാനിത് നമസ്കരിക്കുന്നു, ഇതേമാതിരി നിങ്ങൾ നമസ്കരിക്കണം. ഹജ്ജ്, ഇതാ പ്രഖ്യാപനം നടത്തി, ഞാൻ ഈ വർഷം ഹജ്ജിന് പോകുകയാണ്, എന്റെ കൂടെ ഹജ്ജിനുള്ളവരൊക്കെ പോന്നു, എല്ലാവരും ഒരുങ്ങി. അങ്ങനെ മദീനയിൽ നിന്നാണ് പുറപ്പെട്ടു. പിന്നെ മദീനയിൽ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുദു അന്നി മനാസികക്കും, ഖുദു അന്നി മനാസികക്കും,
നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുക. അല്ലാണ്ട് ഓരോന്ന് എണ്ണി പറയല്ല ചെയ്തത്, ചെയ്താൽ കാണിച്ചു കൊടുക്കുക ചെയ്തത്. ഇത് വേറൊരു വസീലയാണ്. മൂന്നാമത്തെ കാര്യമാണ് ദൂരത്തേക്ക് ചിലപ്പോൾ എത്താൻ കഴിയില്ല, അപ്പൊ മെസ്സഞ്ചർമാരയക്കും, ദൂതന്മാരയക്കും. അങ്ങനെ ദൂതന്മാരെ അയച്ചിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. ആളെടുത്ത് വീരം പറഞ്ഞയക്കും. അങ്ങനെ പല പ്രദേശങ്ങളിലേക്കും ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഈ മെസ്സേജ് ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുള്ള നിരവധി ദൂതന്മാര്. നേരത്തെ ഞാൻ പറഞ്ഞ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു തന്നെ അതിനുള്ള ഒരു ഉദാഹരണമാണ്. വേറെ ചില സമയത്ത് കത്തെഴുതിയിട്ട് കൊടുത്തയക്കും. ഹുദൈബിയ സന്ധിക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു വസീലയാണ് എന്ത്? എഴുത്ത്, വാക്ക്, പ്രവൃത്തി, മെസഞ്ചർ, എഴുത്ത്, ഇങ്ങനെ പല വസീലകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇതാണ് മനസ്സിക്ക് ഇറങ്ങൂല ചിലർക്ക് എന്ന് വിചാരിക്കുക. ഇസ്രായേലർ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഹൃദയം മൂടിയിട്ടിക്കുക, ഇനി അതിക്കൊന്നും കയറൂല, അല്ലെങ്കിൽ നിറഞ്ഞിക്കുക, വേറൊന്നും കയറാൻ അതിന് സ്പേസ് ഇല്ല. അർത്ഥങ്ങൾ രണ്ടെണ്ണുണ്ട്. അങ്ങനെ പറയുന്ന ആൾക്കാരെ അടിച്ചു ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വല്ലതും ഉണ്ടോ? അവരെ വഴി നടത്തേണ്ട ബാധ്യത നമുക്കുണ്ടോ? അവരെ വഴി നടത്തേണ്ട ബാധ്യതയുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് തലീ കയറാത്തവരെ തലീ കയറ്റാൻ വേണ്ടിയിട്ട് ഒരു പുതിയ രീതി നമ്മളെ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അൽ ഇൻഖാസ് എന്നാണ് അതിന് പേര് കൊടുത്തത്, സാൽവേഷൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഇന്നമാ അൻത മുദക്കിറുൻ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. നബിയെ, താങ്കൾ ഉത്ബോധിപ്പിക്കുന്ന ഒരാളാണ്, അവരുടെ മേൽ നിർബന്ധിച്ച് ബലം പ്രയോഗിച്ചൂടെ കൊണ്ടുവരേണ്ട ഒരാളല്ല. അതില്ല. എന്നാൽ ഇങ്ങനെ നിർബന്ധിച്ച് ഇതിലേക്ക് വഴി നടത്തേണ്ട കാര്യത്തിന് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടുള്ള ഈ മാധ്യമങ്ങൾ, ഈ മാർഗങ്ങൾ, ഈ വസായിലുകൾ, ഈ മീൻസ് അപര്യാപ്തമാണ്, അതുകൊണ്ട് നമുക്ക് ചിലത് കണ്ടെത്തേണ്ടതുണ്ട് എന്നൊരാൾ കരുതുകയാണെങ്കിൽ അതിന്റെ അർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനേക്കാളും ദഅവത്തിനേക്കാളും മുന്തിയൊന്ന് ഞങ്ങളടുത്തുണ്ട് എന്ന് വാദിക്കലാണ്. وهذا هو طعن في الرسول وفي أصحابه صلى الله عليه وسلم رضي الله عنهم جميعا. ഇത് റസൂലുള്ളാഹിനെ സംബന്ധിച്ചും സഹാബത്തിനെ കുറിച്ചുള്ള കടുത്ത ഒരു തഅനാണ്. ഇങ്ങനെ ഒരു വസീല പറ്റുമോ? പറ്റില്ലേ? പറ്റും. ഇത്തരത്തിലുള്ള ഇതല്ലാതെ ഇപ്പൊ ഇവിടുത്തെ ഈ പറഞ്ഞ സംഗതിയിലുള്ള സാൽവേഷൻ എന്ന് പറയുന്നത്, ഈ സംഗതി ഇവിടെ നടത്തുന്നത് ഞാൻ ഇവിടെ ഇഷ്ടപ്പെടുന്ന, കേരളത്തിൽ ഇഷ്ടപ്പെടുന്ന, വളരെ ദഅവത്ത് രംഗത്ത്, ദീനിന്റെ രംഗത്ത് വളരെയധികം പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് അത് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ആ കാര്യത്തെ പതിവ് ശൈലിയിലുള്ള, കേരളത്തിൽ കേട്ടുവരാറുള്ള, നാട്ടിൽ കേട്ടുവരാറുള്ള പതിവ് ശൈലിയിൽ ഒരു വിമർശനം നടത്തുക എന്നത് എന്റെ രീതിയല്ല, ഞാൻ അതിന് മുതിരുന്നില്ല, ശരിയല്ല. മറിച്ച് ആ വിഷയത്തിൽ എന്റെ സഹോദരന്മാർ ചിന്തിക്കണം, എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് ശരിയാണോ? അതിനെക്കുറിച്ച് അത്തരമൊരു ചിന്ത കൂടാതെ, അതിനെക്കുറിച്ച് ചോദിക്കേണ്ട ആളുകളോട്, അഹ്ലുൽ ഇൽമിനോട് ചോദിക്കാതെ, അത് നല്ലതാണ്, ദഅവത്ത് നടത്താൻ, പ്രബോധനം നടത്താൻ, കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യമാകാത്ത ആളുകളെ ബോധ്യപ്പെടുത്താൻ, വാക്കുകൊണ്ട് പറഞ്ഞാൽ, നമ്മൾ ചെയ്തു കാണിച്ചു കൊടുത്താൽ ബോധ്യപ്പെടാത്ത, അല്ലെങ്കിൽ മെസഞ്ചർ പറഞ്ഞയച്ചാൽ ബോധ്യപ്പെടാത്ത, എഴുത്തുകൊണ്ട് ബോധ്യപ്പെടാത്ത ചില ആളുകൾക്ക് പിന്നെ ദൃശ്യ ആവിഷ്കാരം വേണം. ഇതാണ് അതിന്റെ അടിത്തറ. ഈ ദൃശ്യ ആവിഷ്കാരം ബോധ്യപ്പെടുത്തലിന് വേണ്ടി ഇസ്ലാമിന്റെ ഉള്ളടക്കം, വിശ്വാസമാകട്ടെ, അഖീദയാകട്ടെ, മനഹജാകട്ടെ, അഹ്കാമുകളാകട്ടെ, ഹലാൽ ഹറാമുകളാകട്ടെ, ആദാബുകളാകട്ടെ, റഖായിഖുകളാകട്ടെ, ഉഹൂദുകളാകട്ടെ, മവാസിഖുകളാകട്ടെ, തഅ്സീറുകളാകട്ടെ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഏത് കാര്യമാണെങ്കിലും ഈ കാര്യം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിരിക്കുന്ന മാധ്യമങ്ങൾ പോരാ, മാർഗങ്ങൾ പോരാ, മീൻസ് പോരാ, വസായിൽ പോരാ. അതുകൊണ്ട് നമുക്ക് പുതിയ ഒരു വസീല വേണം. ഏതാണത്? ദൃശ്യ ആവിഷ്കാരം. ഇതാണ് സംഗതി. ഇത് ബിദ്അ എന്ന് വേണമെങ്കിൽ, ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ബിദ്അ എന്ന് ഞാൻ പറയുന്നില്ല, പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇഹ്ദാസ് ഫീ ദീനില്ലാഹ്, അള്ളാഹുവിന്റെ ദീനിൽ പുതിയൊരു കാര്യം ഉണ്ടാക്കലാണ്.
അത്രയും വാക്ക് ഞാനും പറയാം. ഇഹ്ദാസ് ഫീ ദീനില്ലാഹ്. ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നേരത്തെ നമ്മൾ ബിദ്അത്തിന് നൽകിയ നിർവചനം എന്താണ്? ബിദ്അത്തിന് നൽകിയ നിർവചനം ത്വരീഖത്തുൻ ഫിദ്ദീനി മുഖ്തറഅഹ് തുലാഹി അശ്ശരീഅഹ് യുഖ്സദു ബിഹാ അത്തഅബ്ബുദു ലില്ലാഹ് ഔ അത്തഖർറുബു ഇലല്ലാഹ് മിമ്മാ ലൈസ ഫിദ്ദീൻ ലാ അസ്ലൻ വലാ വസ്ഫാ. ദീനിലില്ലാത്ത ഒരു കാര്യം കൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം നേടുന്നതിന് വേണ്ടിയിട്ട് ദീനിനെ പോലെ ശരീഅത്തിനെ പോലെ ഒരു പുതിയ രീതി ഉണ്ടാക്കലാണ്. എന്നാൽ ആ കാര്യം ദീനിൽ അസ്ല് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അസ്ല് സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അതിന്റെ വസ്ഫ് സ്ഥിരപ്പെട്ടിട്ടില്ല. ഇത് അസ്ല് തന്നെ സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത കാര്യം. വസ്ഫ് കൊണ്ട് മാത്രമല്ല, അസ്ല് കൊണ്ട് തന്നെ ഇത് സ്ഥിരപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ അവിടുത്തെ ഖുലഫാഉർ റാഷിദീങ്ങളുടെയോ അതല്ലെങ്കിൽ സഹാബാ കിറാമിന്റെയോ അതുമല്ലെങ്കിൽ താബിഈങ്ങളും താബിഉ താബിഈങ്ങളും അടങ്ങുന്ന ഉത്തമരായ മൂന്ന് തലമുറക്കാരുടെയോ കാലഘട്ടത്തിൽ ഇസ്ലാമികമായ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മൻഹജുകളെയും അഖീദകളെയും പഠിപ്പിക്കുന്നതിന് വേണ്ടി ദൃശ്യമായി ആവിഷ്കരിക്കുക, കാട്ടിക്കൊടുക്കാൻ. നരകം നിറയുമ്പോ നരകം കിട്ട് വരച്ചിട്ടോ നിറക്കൂട്ട് ചാർത്തി അതിൽ മഷി പുരട്ടാന്നാണ് ഒന്ന് എഴുതി വെച്ചത്. ഞാൻ അത്തരം ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന തീമിനെ കുറിച്ച്, ഇതിനുപയോഗപ്പെടുത്തിയിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക സങ്കേതങ്ങൾ എന്നവർ പറയുന്ന സങ്കേതങ്ങളെക്കുറിച്ച്, അതിന്റെ ഭാഷയെക്കുറിച്ച് ഒന്നും ഞാൻ വിമർശിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. അതെന്റെ രീതിയല്ല. എനിക്ക് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇത് അള്ളാഹുവിന്റെ ദീനിന് പുറത്താണ്. ഇത് തരീഖത്തുൻ ഫിദ്ദീനി മുഖ്തറഅഹ് തുലാഹി അശ്ശരീഅഹ്. ശരീഅത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന വസീലയോട് സാമ്യമുള്ള വേറൊന്നും അവരുണ്ടാക്കുകയാണ്. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അത്തഅബ്ബുദു ലില്ലാഹി വത്തഖറബു ഇലല്ലാഹ്. എന്തിനാണ്? പ്രബോധനം തന്നെയാണ്, ദഅവത്തിന് തന്നെയാണ്, അതിലൊന്നും വ്യത്യാസമല്ല. എന്നാൽ മിമ്മാ ലൈസ ഫിദ്ദീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനായി കാണിച്ചു തന്നിട്ടില്ലാത്ത ഒന്നാണ് ഈ ദൃശ്യാവിഷ്കാരം, ഈ നിറക്കൂട്ടുകൾക്ക് മഷിപരട്ടല്. സ്വർഗം അല്ലെങ്കിൽ നരകം പോലുള്ളത്, സ്വർഗം കണ്ടില്ല, നരകം ചിത്രീകരിച്ചു വെച്ചത് ഉപഹാരത്തിൽ കണ്ടു. എന്നാൽ ലാ അസ്ലൻ വലാ വസ്ഫൻ, അസ്ല് കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ടിട്ടില്ല, വസ്തു പോട്ടെ. ഇങ്ങനെയുള്ളൊരു കാര്യമാണ് അത് ചെയ്തിട്ടുള്ളത്. ഈ നിലക്ക് ചിന്തിക്കുന്നത് ആരാണ്? കൂട്ടത്തിലൊരു കാര്യം കൂടി കണ്ടു. ഒരു ഫ്ലക്സ് ബോർഡിൽ അതിന്റെ ചിത്രത്തിൽ കാണുന്ന ഒരു സംഗതി എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സലഫി മൻഹജ് കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഒരു സംഗതി കൊടുത്തിട്ടുണ്ട്. സലഫി മൻഹജിനെ കുറിച്ച് അവിടെ പരിചയപ്പെടുത്തുകയും അത് കാണികൾക്ക് നിറക്കൂട്ടിൽ മഷി പുരട്ടിയിട്ട് കാണാവുന്ന വിധത്തിൽ കൊടുക്കുകയും ചെയ്തിട്ടുള്ള നിലക്ക് പറയട്ടെ, സലഫു സ്വാലിഹീങ്ങളുടെ മൻഹജ് അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങളായ ആളുകൾ, താലിബുൽ ഇൽമ്, അഹ്ലുൽ ഇൽമ്, ഉലമാ അല്ലെങ്കിൽ മുജ്തഹിദീങ്ങൾ ആരെങ്കിലും ഒരു കൂട്ടർ ഇങ്ങനെയുള്ള ഈ ദൃശ്യ ആവിഷ്കാരം പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ശരീഅത്തിന്റെ, ഇവിടെ സ്നേഹസംവാദത്തിന്റെ ഒരു കോപ്പിയിൽ ഞാൻ വായിച്ചു, രീതിശാസ്ത്രം നിർണയിക്കപ്പെട്ടതാണ്, എന്നാൽ അതിനുള്ള വസായിലുകൾ, അതിനുള്ള മാധ്യമങ്ങൾ, അതിനുള്ള ഉപാധികൾ, അതിനുള്ള മീൻസ് അത് നമുക്കുണ്ടാക്കാം, അത് മാറ്റാം എന്നതിൽ കണ്ടു. അങ്ങനെ വസായിലു ദഅവ, ദഅവത്തിന്റെ മീൻസ്, ദഅവത്തിന് ഉപയോഗിക്കുന്ന മാധ്യമങ്ങൾ, ഉപാധികൾ, അത് മൗകൂലത്തുൻ ഇലൽ ഉഖൂലി വൽ അഹ്വാ, നമ്മുടെ ബുദ്ധിക്ക് വിട്ടു തന്നിരിക്കുകയാണോ? അതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല വഹ്യ ഇറക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നു പോവുകയാണോ ചെയ്തിട്ടുള്ളത്? സലഫു സ്വാലിഹീങ്ങളുടെ മാർഗം അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതൻ വസായിലു ദഅവ നമ്മുടെ ബുദ്ധിക്ക് വിട്ടു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞത് അഖ്ലാനികൾ മാത്രമാണ്. അഖ്ലാനികളാണ് അത് പറഞ്ഞിട്ടുള്ളത്. അഖ്ലാനികളുടെ മുൻപന്തിയിൽ ആരുണ്ട്? ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന് പറയുന്ന വിഭാഗമുണ്ട്, അവരിതിന്റെ ആളുകളാണ്. അതുപോലെ തന്നെ ഇസ്ലാഹിയ്യത്തിന്റെ ആളുകൾ അവരിതിലുണ്ടാകും കുറെയൊക്കെ. കേരളത്തിലുള്ള നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനം അത് ഇസ്ലാഹിയ്യത്തിന്റെ ഒരു വാലാണ്. ഈജിപ്തില് മുഹമ്മദ് അബ്ദു തുടങ്ങിവെച്ചിയ ഇന്റലക്ച്വൽ മൂവ്മെന്റ്, ആ മൂവ്മെന്റിന്റെ ഒരു വാലായിട്ട് രൂപപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനം.
അതിന് സലഫിയത്തുമായി കുറച്ച് കാര്യങ്ങളിൽ യോജിപ്പുണ്ടാകാം, കുറെ അധികം കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടാകാം. ഇങ്ങനെ ഇസ്ലാഹിയത്തിലോ അതല്ലെങ്കിൽ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ ആളുകളോ അതല്ലെങ്കിൽ മറ്റ് രൂപഭാവങ്ങളിൽ രംഗത്ത് പ്രവർത്തിക്കുന്നതായ അഖ്ലാനികളോ അവർക്കേ പറയാൻ പറ്റുള്ളൂ വസായിലു ദഅ്വ ഇജ്തിഹാദിയ്യ. ദഅ്വത്തിന് ഉപയോഗിക്കുന്നതായ വസീലകൾ അത് മനുഷ്യർക്ക് അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താവുന്നതാണ് എന്നത് അവരുടെ വാദം. എന്നാൽ അഹ്ലുസുന്നയിൽ സലഫുസ് സാലിഹീങ്ങളുടെ മാർഗമനുസരിച്ച് ജീവിക്കുന്നവരിൽ ഒരു പണ്ഡിതനും വസായിലു ദഅ്വ തൗഖീഫിയാണ് എന്നല്ലാതെ ഇജ്തിഹാദിയാണ്, അത് നമുക്ക് ചിന്തിച്ചുണ്ടാക്കാന്ന് പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, വസായിലു ദഅ്വ തൗഖീഫി അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, നമുക്ക് പിന്നെ ഉണ്ടാക്കാം. മാധ്യമങ്ങൾ ദൃശ്യാവിഷ്കാരം നടത്താം, നമുക്ക് നിറക്കൂട്ടുകൾക്ക് മഷി പുരട്ടാം, നമുക്കതുപോലെ തന്നെ നരകം ആവിഷ്കരിക്കാം, അതുപോലെ തന്നെ നമുക്ക് പിന്നെ മറ്റു പല കാര്യങ്ങളും ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ ഇജ്തിഹാദിയാണ് എന്ന് പറയുന്നതിൽ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? ഇസ്ലാമിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയും അവരെ നന്നാക്കുകയുമാണ്. ഈ മാർഗം സാധൂകരിക്കുന്നതിന് സാക്ഷാത്കരിക്കുന്നതിന് ഉപകരിക്കുന്ന ഏത് മാർഗവും അവലംബിക്കാം എന്നിവർ പറയാം. അങ്ങനെ പറയുന്ന ഒരു വിഭാഗമുണ്ട്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഈ അഭിപ്രായമുള്ള ആളുകളുണ്ട്. അവരാണിപ്പോ പാർലമെന്റിലേക്ക് മത്സരിച്ച് അവിടെ ചെന്നുങ്ങാണ്ട് വല്ല സ്വാധീനിക്കുക, അങ്ങനത്തെ വളഞ്ഞ വഴിയൊക്കെ അവരുടേതാണ്. അതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു ചെറിയ സംഗീതവും കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കാം. ചില മജ്ലിസുകൾ, ആ മജ്ലിസുകളിൽ സംഗീതം, സൂഫിമാരൊക്കെ അതിന്റെ ആൾക്കാരാണ്, ചില പ്രത്യേക രൂപത്തിലുള്ള സംഗീതം. അപ്പൊ തുറക്കുൽ ഖുലൂബ്, ആ സംഗീതം ഹൃദയത്തെ ലോലമാക്കാൻ പറ്റും. ഹൃദയത്തെ ലോലമാക്കാനുള്ള മാർഗം അള്ള പറഞ്ഞതിന്റെ പുറമെ ഇവർ സംഗീതം കൂട്ടുന്നുണ്ട്. ഇനി വേറെ ചില ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ഒരു ചെറിയ ഒരു നൃത്തം ചവിട്ടലും കൂടിയാണെങ്കിൽ, എന്താ സാധാരണഗതിയിൽ ദീൻ പഠിക്കാൻ വരുന്ന കുറെ ആൾക്കാർ കുറെ നേരം ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് ആകെ മൂഡൌട്ടാവും. പിന്നെ ഒന്നും കൂടി ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി ഒരു ഐസ് ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു തൽക്കാലം ഒരു ഡാൻസ്, അതും പറ്റും. ഇങ്ങനെയൊക്കെയുള്ള കുറെ സംഗതി. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ആളുകൾ താടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് ദഅവത്ത് നടത്തിയാൽ ഇവർ മൊല്ലാക്കന്മാരാണ് എന്നുള്ള ഒരു ഇമേജ് ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് ക്ലീൻ ഷേവ് നടത്താം. അത് ആവശ്യമല്ലേ? അപ്പോഴേ നമ്മളെ കുറിച്ചുള്ള ഇമേജ് ഉണ്ടാകുള്ളൂ, ഇംപ്രഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി. ഇങ്ങനെയൊക്കെയുള്ള പല മാർഗങ്ങളും എന്താണെങ്കിലും ആ മാർഗമൊക്കെ നമ്മുടെ ലക്ഷ്യം ജനങ്ങളെ നന്നാക്കലാണ്. നമ്മുടെ ലക്ഷ്യം ഇസ്ലാമിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ്. അതിന് നമ്മൾ ഈ വേഷത്തിലും ഈ രൂപത്തിലും പോയാൽ പോരാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള കുറച്ചൊക്കെ അതിന് കടന്ന ഇസ്ലാം അനുവദിച്ചിട്ടില്ലാത്ത മാർഗം വരെ ഉപയോഗിക്കാം എന്ന അഭിപ്രായമുള്ള ആളുകൾ ഉണ്ടാകാം. എന്നാൽ ആ കൂട്ടത്തിൽ തന്നെ വേറെ ചില ആളുകൾ ഉണ്ടാകാം. എന്ത്? അങ്ങനല്ല, ഇസ്ലാം അതിനെക്കുറിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, ഈ മാർഗത്തെക്കുറിച്ച് വിലക്കിയിട്ടുമില്ല. എന്നാൽ അങ്ങനെ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതായിട്ടോട്ട് കാണുന്നില്ല. ഇപ്പൊ ഉദാഹരണമായി ഇവിടെ തന്നെ നമ്മൾ എടുക്കുക, ഇതിനെക്കുറിച്ച് എടുക്കുക. ഇപ്പൊ ദൃശ്യാവിഷ്കാരം, ഈ പറയുന്ന ക്രിയാത്മകമായിട്ടുള്ള ആവിഷ്കാരം, ദൃശ്യമായ ആവിഷ്കാരം, നിറക്കൂട്ടുകളെ ദൃശ്യവിസ്മയം, നിറക്കൂട്ടുകൾക്ക് മഷി പുരട്ടിയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ എടുക്കുക. ഇത് പ്രത്യേകിച്ചിപ്പോ ഇതിനെ പോലെ ഏത് ഡാൻസ് അതല്ലെങ്കിൽ സംഗീതം പോലുള്ളത് എങ്ങനെ പോലെ വിലക്കിയതൊന്നും അല്ലല്ലോ, ശറഅയിനെ കുറിച്ച് മൗനം പാലിച്ചിട്ടല്ലുള്ളൂ എന്നെടുക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് പരിഗണനകൾ വരുന്നു. ഒന്നുകിൽ സമാനമായിരിക്കുന്ന കാര്യങ്ങളിൽ മൊത്തം ആ ജിൻസ ഇനത്തിൽപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ പൊതുവെ അംഗീകരിക്കുന്ന തെളിവുകൾ വേണം. അങ്ങനെയാണെങ്കിൽ തഅലീൽ, അതിലേക്ക് ഇല്ലത്ത് ബന്ധിപ്പിച്ചുകൊണ്ട് സ്വീകരിക്കാം. അതുണ്ടോ? അത് കാണുന്നില്ല. അതല്ല എങ്കിൽ അങ്ങനെ ഒരു ജിൻസിയായിട്ടുള്ള അതിന്റെ മഅന പോലും അതിന്റെ മൊത്തത്തിലുള്ള ആശയം പോലും ദീനിൽ തെളിവിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എങ്കിൽ ആ കാര്യം പാടില്ല എന്നാണ് ഉസൂലി പണ്ഡിതന്മാർ പറയുന്നത്. ഇനി അതല്ല, മൊത്തത്തിൽ ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ചില സൂചനകളൊക്കെ ഇസ്ലാമിലുണ്ട്, ഇതിന് മാത്രം പ്രത്യേകമായിട്ട് തെളിവ് വന്നിട്ടില്ല എന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനെ അവർ മസാലിഹ് മുർസല എന്ന പേരിലേക്ക് എഴുതി തള്ളും. മസാലിഹ് മുർസല പറ്റുന്നത് എപ്പോഴാണ്? മസാലിഹ് മുർസല പറ്റുക എന്ന് പറയുന്നത് സ്വാഭാവികമായും അങ്ങനത്തെ ഒരു സാഹചര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ശരിക്കുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് നബി അത് ചെയ്തില്ല. പക്ഷെ ചെയ്യാതിരിക്കാൻ കാരണം ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ആ തടസ്സങ്ങൾ ഉള്ളത് കൊണ്ടാണ് ചെയ്യാതിരുന്നത് എങ്കിൽ ചെയ്യാം.
ആ തടസ്സങ്ങൾ ഇല്ലാതെ ഇത് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് നബി ചെയ്തില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് ബദർ അവിടെ കാണിച്ചിട്ടുണ്ട്. ബദർ കാണിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ അത് ചെയ്യാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. അത് കാണിച്ചു കൊടുക്കുന്നതിന് ഒരു തടസ്സം അവിടെ നിലനിന്നതുമില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ ആരെങ്കിലും കൊണ്ടുപോയി ബദർ കാണിച്ചു കൊടുക്കേണ്ടതില്ല, നമ്മൾ ആരെങ്കിലും കൊണ്ടുപോയിട്ട് ഹിറാ ഗുഹ കാണിക്കേണ്ടതില്ല.